പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിനിയെ ആക്രമിച്ച കേസിൽ CPIM നേതാവ് ജെയ്സൺ ജോസഫ് കീഴടങ്ങി. പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം ജെയ്സൺ ജോസഫ് DYSP ഓഫീസിലെത്തിയാണ് കീഴടങ്ങിയത്. 2 തവണ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. കേസ് വ്യാജമാണെന്ന് കോടതിയിൽ തെളിയിക്കുമെന്ന് ജെയ്സൺ ജോസഫ് 24-നോട് പറഞ്ഞു. ഹാജരാവണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നിലവിലാണെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നാണെങ്കിൽ ഒരു ഓർഡറുണ്ട് 13-ാം തീയതിക്ക് മുമ്പ് ഹാജരാവണമെന്നുള്ളത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ബോധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്, കോടതി ഉൾപ്പെടെ ബോധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിലവിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഈ വിഷയത്തിൻ്റെ വസ്തുതകൾ എന്താണെന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ കേസാണിത്. രാഷ്ട്രീയപരമായി ഞങ്ങളെ ദ്രോഹിക്കുക എന്നൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് ഈ കള്ളക്കേസ് എന്ന് പറയുന്നത്. ശ്രീമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, ഈ ജെയ്സനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടി വിവാദത്തിന് വഴിവെച്ചിരുന്നു. ഇപ്പോൾ മറ്റ് നിവൃത്തിയൊന്നും ഇല്ലാതെയാണോ ഈ കീഴടങ്ങൽ? തീർച്ചയായും. അതായത് 2 തവണയാണ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി എത്തിയത്. ആദ്യഘട്ടത്തിൽ ജെയ്സൺ ജോസഫ് ഈ പെൺകുട്ടിയെ ആക്രമിച്ചു എന്ന പരാതിയിൽ ജെയ്സൺ ജോസഫ് അല്ലാതെ മറ്റ് SFI പ്രവർത്തകരുടെ ജാമ്യം മുഴുവൻ ഹൈക്കോടതി അംഗീകരിച്ചിരുന്നു. അങ്ങനെ അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷേ ജെയ്സന്റെ ജാമ്യം നിഷേധിച്ചതിൽ പ്രധാനമായും പറയുന്നത് ജെയ്സനെതിരെ മുൻ കേസുകളുണ്ട് എന്നാണ്. ജെയ്സന്റെ വാദം അത് രാഷ്ട്രീയമായിട്ടുള്ള കേസുകളാണ്, അതിൽ പറയത്തക്ക ഒന്നുമില്ല എന്നാണ്. പക്ഷേ സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായി സുപ്രീം കോടതിയിൽ എത്തിയിട്ട് പോലും അത് ആ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി തള്ളിക്കളയുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും ജെയ്സൺ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോഴാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 13-നകം കീഴടങ്ങണം എന്ന് അഭിഭാഷകനോട് ആവശ്യപ്പെടുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ DYSP ഓഫീസിൽ രാജീവൻ എന്നാണ് DYSPയുടെ പേര്, വിനോദ് എന്നാണ് DYSPയുടെ പേര്, വിനോദിൻ്റെ ഓഫീസിലെത്തി പത്തനംതിട്ടയിൽ കീഴടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയെ ആക്രമിച്ചു, ഇടിവള കൊണ്ട് മുഖത്ത് പരിക്കേൽപ്പിച്ചു എന്നാണ് ഈ ഒരു കേസുള്ളത്. എന്തായാലും ജെയ്സൺ അത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു പരിക്ക് ആ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങളടക്കം ഇതിന് തെളിവാണ് എന്ന് ജെയ്സൺ ജോസഫ് പറയുന്നുണ്ട്. എന്തായാലും DYSP ഓഫീസിനകത്തേക്ക് ജെയ്സൺ ജോസഫ് കയറിപ്പോയിട്ട് ഏതാണ്ട് 1 മണിക്കൂർ നേരം പിന്നിട്ട് കഴിഞ്ഞു. ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസെങ്കിലും അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ സമരത്തെ തുടർന്ന് കേസിൻ്റെ അന്വേഷണ ചുമതല പത്തനംതിട്ട DYSPക്ക് നൽകിയിരുന്നു. അതാണ് ഈ വിനോദ് എന്ന DYSPയിലേക്ക്, പുതുതായി വന്ന DYSPയിലേക്ക് ഈ അന്വേഷണം എത്താൻ കാരണം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ജെയ്സനെ കോടതിയിൽ ഹാജരാക്കും. ജെയ്സൺ ഈ പറയുന്നത് പോലെ ഈ പെൺകുട്ടിയെ ആക്രമിക്കാൻ ഉപയോഗിച്ച ഇടിവളയടക്കം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ ഒരു വാദം. അത് ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയായിരിക്കുന്ന ഒരു വാദപ്രതിവാദങ്ങൾ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജെയ്സണും SFI പ്രവർത്തകരും ഇത് പൂർണ്ണമായി കള്ളക്കേസാണെന്ന് പറയുമ്പോൾ പ്രധാനമായും KSU, യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ ഈ പരാതിക്കാരിയായ നിള S. പണിക്കർ അടക്കം പറയുന്നത് കൃത്യമായ രീതിയിൽ ജെയ്സൺ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാലും CCTV ദൃശ്യങ്ങൾ വെച്ച് ജെയ്സൺ ഈ വിഷയത്തെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ പെൺകുട്ടിയുടെ ശരീരത്തിലെ മുറിവുകൾ വ്യാജമാണെന്ന് വാദിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കോടതിയിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് ഇത് വഴിവെക്കും. പത്തനംതിട്ട നഗരസഭാ ചെയർമാനും CPIM നേതാവുമായ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ആയിരിക്കും ജെയ്സിന് വേണ്ടി ഹാജരാകുക എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും പെരുന്നാട് DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അയാൾ കീഴടങ്ങിയിരിക്കുന്നു ജെയ്സൺ ജോസഫ്. ശ്രീമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.